കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +1 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, BBA വിദ്യാർത്ഥികൾക്ക് മേജറായിട്ടും മറ്റുള്ള സബ്ജക്റ്റുകളിലേക്ക് മൈനറായിട്ടും പഠിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിലും വരുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇക്വേഷൻ ആണെന്ത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റുകൾ എല്ലാം തന്നെ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നതിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷനിലൂടെ നമ്മൾ പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തികളെല്ലാം നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ലാബിലിറ്റീസും അതായത് ബാധ്യതകളും മൂലധനവും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുക എന്തായിരിക്കും? ഒരു ബിസിനസ്സിൽ അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുക എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ഈക്വൽ ആകുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പറയാം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഡെവലപ്പ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. Ravi started a business with cash rupees 1 lakh, then purchased furniture for cash rupees 25,000, purchased goods worth rupees 10,000 from Srinivas, then goods costing rupees 4,000 sold to Shaji for rupees 6,000, paid expenses rupees 1,500, Ravi withdraw cash for 3,500 for personal purpose. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ എടുക്കുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? രവി സ്റ്റാർട്ടഡ് ബിസിനസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ 2 അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ് രവി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് rupees 1 lakh. അപ്പോൾ ഇവിടെ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും, അതായത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് rupees 1 lakh എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രവി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്യാപിറ്റലായിട്ട് കൊണ്ടുവരികയാണ് ക്യാഷ് 1 lakh. അപ്പോൾ ഇവിടെ ക്യാഷും ക്യാപിറ്റലും ആണ് 2 അക്കൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ വരും, മറ്റൊന്ന് എന്താണ്? ക്യാഷ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ക്യാഷിൽ നമുക്ക് 1 ലക്ഷം കൂടും, ക്യാഷിൽ നമ്മൾ 1 ലക്ഷം കാണിക്കുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റലിലും 1 ലക്ഷം കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അപ്പോൾ അസറ്റിൽ വരുന്ന ഒരു ഐറ്റം ആണെന്ത്? ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് കൂടുന്നു 1 ലക്ഷം, അതേപോലെ ക്യാപിറ്റലും കൂടും. അപ്പോൾ ഇവിടെ സൈഡിലും 1 lakh ആണ്. ഇപ്പോൾ രണ്ടും ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? സെക്കൻഡ് ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുള്ളത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് rupees 25,000. അതായത് 25,000 കൊടുത്തുകൊണ്ട് ഫർണിച്ചർ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ഇവിടെ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയായിരിക്കും? 2 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫർണിച്ചർ അക്കൗണ്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫർണിച്ചർ കിട്ടും, ഫർണിച്ചർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും. അതേപോലെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് ഫർണിച്ചറും മറ്റൊന്ന് എന്താണ്? ക്യാഷുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് നമുക്ക് ഇൻക്രീസ് ആവും. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ്. 25,000ൻ്റെ ഫർണിച്ചർ നമുക്ക് ഇൻക്രീസ് ആവും. അതേസമയം തന്നെ ക്യാഷിൽ നിന്ന് 25,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാഷിൽ നിന്ന് 25,000 എന്ത് ചെയ്യുന്നുണ്ട്? കുറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 25,000 കുറയുകയും 25,000 കൂടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും എന്ത് തന്നെയാണ്? 1 lakh തന്നെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ന്യൂ ഇക്വേഷൻ എങ്ങനെ വരും? ഈ 1 lakh എന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ 75,000, ഫർണിച്ചർ 25,000. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 1 lakh കിട്ടും. ഇവിടെയും എന്താണ്? 1 lakh. ഈ ഒരു 1 lakh മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് rupees 10,000 ഫ്രം ശ്രീനിവാസ്. അപ്പോൾ ശ്രീനിവാസിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് വാങ്ങിക്കുന്നു 10,000 എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷിനല്ല വാങ്ങിക്കുന്നത്,
കടത്തിനാണ് വാങ്ങിക്കുന്നത്, ക്രെഡിറ്റിനാണ് വാങ്ങിക്കുന്നത്. ക്രെഡിറ്റിനാണോ അല്ലോ എന്ന് മനസ്സിലാവും എങ്ങനെയാണ്, അവിടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ക്രെഡിറ്റിനായിരിക്കും. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാകും, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ട്രാൻസാക്ഷൻ്റെ കൂടെ ഇതേപോലെ ശ്രീനിവാസ് എന്ന് പറഞ്ഞതുപോലെ പേര് തന്നിട്ടുണ്ടെങ്കിൽ, ക്യാഷിനെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, ക്രെഡിറ്റിനായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ട് എന്നാണ്. ശ്രീനിവാസ് എന്ന് പറയുന്നത് അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുക. അതായത് നമ്മൾ ആർക്കൊക്കെയാണോ പണം കൊടുക്കാനുള്ളത് അവരെ നമ്മൾ എന്ത് പറയും, ക്രെഡിറ്റേഴ്സ് എന്നുള്ള രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്, ഒന്ന് പർച്ചേസ് അക്കൗണ്ടാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോൾ നമ്മൾ പർച്ചേസ് എന്നാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ടും അതേപോലെ തന്നെ മറ്റൊന്ന് ക്രെഡിറ്റേഴ്സുമാണ്. അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൽ 10,000 നമുക്ക് കൂടിയിട്ടുണ്ട്. അതേസമയം തന്നെ ക്രെഡിറ്റേഴ്സിൽ എന്തായിട്ടുണ്ട്, 10,000 കൂടിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കാനുള്ള പണം 10,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നേരത്തെ ഉണ്ടായിരുന്ന 75,000, 25,000, 10,000. അപ്പോൾ ഇവിടെ ഇതാണ് ന്യൂ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 1,10,000 ആണ്. ഇതേപോലെ ഇവിടെയും കൂട്ടിക്കഴിഞ്ഞാൽ 1,10,000 ആവും. ഈ 10,000 ഇവിടെ വരുന്ന 1 lakh. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് നാലാമത്തെ നോക്കുന്നു. നാലാമത്തെ എന്താണ് ക്വസ്റ്റനിൽ തന്നത്, ഫോർത്ത് വൺ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ഗുഡ്സ് കോസ്റ്റിംഗ് ₹4,000 സോൾഡ് ടു ഷാജി ഫോർ ₹6,000. 4,000 രൂപയുള്ള ഒരു ഗുഡ്സ് 6,000 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 2,000 ഇവിടെ എന്താണ്, ലാഭമായിരിക്കും. 2,000 ഇവിടെ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ 4,000 രൂപയുടെ ഒരു സാധനം 6,000 രൂപക്ക് വിറ്റു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ സ്റ്റോക്കിൽ നിന്നും എത്ര കുറയും, 4,000 കുറയും. കാരണം നമ്മൾ 4,000 രൂപയുടെ സാധനം വിറ്റു. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സോൾഡ് ടു ഷാജി ഫോർ ₹6,000 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രെഡിറ്റിനാണ്. ഇത് ക്യാഷിനാകണമെങ്കിൽ ഷാജി ഫോർ ക്യാഷ് റുപ്പീസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാഷിനാകും. അല്ലാതെ ഇവിടെ പേര് തന്നു കഴിഞ്ഞാൽ അതെന്താണ്, ക്രെഡിറ്റിനാണ്. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് അറൈസ് ചെയ്യും. നമുക്ക് തരാനുള്ള പൈസ 6,000 എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇതേ സമയം തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് 2,000. ഈ പ്രോഫിറ്റ് എല്ലാ സമയത്തും പ്രോഫിറ്റും ലോസും ക്യാപിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, പുതിയ ഇക്വേഷൻ എങ്ങനെ വരും, 75,000 ഇറക്കിയിട്ടു, 25,000 ഇറക്കിയിട്ടു. ഇവിടെ വരുന്നത് എത്രയാണ്, 10,000, 4,000 ഗുഡ്സ് നമ്മൾ വിറ്റു. അപ്പോൾ 6,000 മാത്രമേ ഉണ്ടാകും ഇവിടെ. ഇനി ഡെപ്റ്റേഴ്സിൽ 6,000 എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇനി ഇവിടെ ക്രെഡിറ്റേഴ്സ് നേരത്തെയുള്ള 10,000 ഇറക്കിയിട്ടു. ഇവിടെ വരുന്ന 1,00,000, 2,000, 1,02,000 വരും. അപ്പോൾ ഇവിടെ എത്ര വരും, 1,12,000 എന്ന് ടോട്ടൽ എമൗണ്ട് വരും. 1,12,000 ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്, നെക്സ്റ്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ്. അത് എക്സ്പെൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷിൽ നിന്ന് എമൗണ്ട് കുറയും. ക്യാഷിൽ നിന്ന് എത്ര കുറയും, 1,500 കുറയുന്നു. നമ്മൾ ക്യാഷിൽ നിന്ന് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നമുക്ക് നഷ്ടമാണ്, ചിലവ് വരുന്നതാണ്. ഇപ്പോൾ ചിലവ് എന്തിൽ കാണിക്കണം, ഇവിടെ ക്യാപിറ്റൽ കാണിക്കും. ഇൻകം ഉണ്ടെങ്കിലും ഇവിടെ ക്യാപിറ്റൽ കാണിക്കും. അതേപോലെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ കാണിക്കും. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് 1,500 മൈനസ് ചെയ്യും. അതേപോലെ ക്യാഷിൽ നിന്നും 1,500 മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ 73,500 ആകും. ഇവിടെ 25,000, ഇവിടെ 6,000, ഇവിടെയും 6,000. ഇതിനൊക്കെ എല്ലാം ഇറക്കിയിടുന്നു. ഇനി ഇവിടെ 10,000, ഇവിടെ 1,500 മൈനസ് ചെയ്തിട്ട് 1,05,000 എന്നാകും. ഓക്കെ, ഇതാണ് ന്യൂ ഇക്വേഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്താണ് ക്വസ്റ്റനിൽ തന്നത്, രവി വിഡ്രോ ഫോർ ക്യാഷ് ₹3,500 ഫോർ പേഴ്സണൽ പേർപ്പസ് ആണ്. ഇതെന്താണ്, ഡ്രോയിങ്സ് ആണ്. ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്, ഒന്ന് വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്, ഫസ്റ്റ് വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട്. മറ്റൊന്ന് വരുന്നത് എന്താണ്, ക്യാഷ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷിൽ നിന്ന് 3,500 കുറയും. 3,500 പിൻവലിക്കുന്നു. ഇതേ സമയം തന്നെ ക്യാപിറ്റലിൽ നിന്നും 3,500 കുറയണം. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ടാണ് കാണിക്കുക. അതേപോലെ ക്യാഷിൽ നിന്നും 3,500 കുറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 70,000, ഇവിടെ വരുന്ന 25,000 ഇറക്കിയിടുന്നു. ഇവിടെ 6,000 ഇറക്കിയിടുന്നു. ഇവിടെയും 6,000 ഇറക്കിയിടുന്നു. ഇവിടെ 10,000, ഇവിടെ 1,05,000 എന്നും 3,500 കുറക്കുന്നു. അപ്പോൾ നമുക്ക് 97,000. ഇപ്പോൾ രണ്ട് സൈഡും 1,07,000, ഇവിടെയും 1,07,000 എന്നുള്ള രീതിയിൽ ഈ ഒരു പുതിയ ഇക്വേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്, അസറ്റ് ഏതൊക്കെയാണ്, ലാബിലിറ്റീസ് ഏതൊക്കെയാണ്, ഓരോ അസറ്റ് എന്താണെന്നുള്ളത് അറിയണം. ഓക്കെ, ഓരോ ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അസറ്റാണോ ലാബിലിറ്റി ആണോ ക്യാപിറ്റൽ ആണോ എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫ്രം ദി ഫോളോയിങ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു മിസ്റ്റർ അരുൺസ് ബിസിനസ്, യൂസ് ദി അക്കൗണ്ടിംഗ് ഇക്വേഷൻ ടു ഷോ ദി എഫക്റ്റ് ഓഫ് ഹിസ് അസറ്റ്, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഒന്നാമത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ക്യാപിറ്റൽ ₹50,000.
രണ്ടാമത്തെ ബോട്ട് മെഷീനറി ഫോർ ക്യാഷ് ₹10,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹15,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എ ഓൺ ക്രെഡിറ്റ് 5,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000. പെയ്ഡ് ടു എ 2,000. സോൾഡ് ഗുഡ്സ് ടു ബി ഓൺ ക്രെഡിറ്റ് 3,000. റിസീവ്ഡ് ഫ്രം ബി എ ചെക്ക് ₹2,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ് ഇക്വേഷൻ കൊടുക്കുന്നു. അതായത് സ്റ്റാർട്ടഡ് ബിസിനസ് ആണ് ഒന്നാമത്തത്. ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യും 50,000, അതേപോലെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ക്യാപിറ്റലും അതേപോലെ ക്യാഷിലും കാണിക്കുന്നു. അടുത്ത പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് ആണ്. 10,000ൻ്റെ മെഷീനറി വാങ്ങിക്കുന്നു. ഇപ്പോൾ ക്യാഷിൽ നിന്ന് 10,000 കുറയണം, 10,000 നമ്മൾ കൊടുക്കുന്നു, മെഷീനറിയിൽ 10,000 കൂടുകയും വേണം. അപ്പോൾ ഇവിടെ 10,000, ഇവിടെ 40,000 ആവും. അപ്പോൾ എന്താവും, ടോട്ടലി രണ്ട് സൈഡും 50,000 എന്നാകും. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പറഞ്ഞത് എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. 15,000ൻ്റെ ഗുഡ്സ് ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ 15,000 നമ്മൾ ക്യാഷ് എന്ന് പറയും. അതേസമയം തന്നെ 15,000 സ്റ്റോക്കിലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 40,000 15,000 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 25,000, ഇവിടെ 15,000 ഇറക്കിയിടും, ഇവിടെ 10,000 ഇറക്കിയിടുന്നു, ഇവിടെ 50,000. അപ്പോൾ ടോട്ടലി ഇവിടെയും എന്ത് വരും, 50,000 എന്ന് ടോട്ടലി കിട്ടും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ വരുന്നത്. നാലാമത്തെ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റിന് എന്ത് ചെയ്യുന്നു, ഗുഡ്സ് വാങ്ങിക്കുന്നു. ഗുഡ്സ് സ്റ്റോക്കിൽ എന്ത് ചെയ്യും, 5,000 കൂടും. ഇവിടെ ക്രെഡിറ്റേഴ്സ് വരും. ക്രെഡിറ്റേഴ്സ് അതായത് കടത്തിന് വാങ്ങിക്കുമ്പോൾ ക്രെഡിറ്റേഴ്സിൽ 5,000 വരും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 25,000, ഇവിടെയുള്ള 10,000, ഇവിടെ 15,000 + 5,000 20,000, ഇവിടെ 5,000, ഇവിടെ 50,000 അതായിട്ട് പുതിയ ഇക്വേഷനിലേക്ക് മാറും. ഇനി അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. ഇപ്പോൾ ക്യാഷിന് സാധനം വിൽക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് 10,000 കുറയും, ക്യാഷിൽ 10,000 കൂടുകയും ചെയ്യും. 25,000 + 10,000 35,000, ഇവിടെ 10,000, ഇവിടെ 10,000, ഇവിടെ 5,000, ഇവിടെ 50,000 ഇങ്ങനെ ഇറക്കിയിടുന്നു. ഓക്കെ, ഇനി പെയ്ഡ് ടു എ ആണ്. എ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ്. അയാൾക്ക് എന്ത് ചെയ്യുന്നു, 2,000 കൊടുക്കുന്നു. അപ്പോൾ 2,000 കൊടുക്കുമ്പോൾ ക്യാഷിന് 2,000 കുറയും. അപ്പോൾ ഇവിടെ 33,000 ആവും. ഇവിടെ വരുന്ന 10,000 ഇറക്കിയിടുന്നു, ഇവിടെയും 10,000 ഇറക്കിയിടുന്നു. ഇനി 5,000 അതായത് ക്രെഡിറ്റേഴ്സിന് 2,000 രൂപ കുറയും. അതായത് 5,000 2,000 കുറക്കുന്നു. അപ്പോൾ ഇവിടെ 3,000 എന്ന് കിട്ടും, ഇവിടെ 50,000 തന്നെ. അപ്പോൾ പുതിയ ഇക്വേഷൻ അതേ രൂപത്തിൽ വരും. ഇനി നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റിന് സാധനങ്ങൾ വെക്കുന്നു. ഗുഡ്സിൽ നിന്ന് 3,000 കുറയുന്നു. ഡെപ്റ്റേഴ്സിൽ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റേഴ്സിൽ 3,000 കൂടുന്നു. അതായത് കടത്തിനാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 33,000 ഇറക്കിയിടുന്നു, ഇവിടെ 10,000, ഇവിടെ 10,000 3,000 കുറച്ചാൽ 7,000, ഇവിടെ 3,000, ഇവിടെ 3,000, ഇവിടെ 50,000 എന്നുള്ള രൂപത്തിലേക്ക് മാറുന്നു. ഓക്കെ, ഇനി അടുത്തത് റിസീവ്ഡ് ഫ്രം ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആളായിരുന്നു, നമ്മൾ കടത്തിന് വിറ്റ ആളാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് 2,000 കിട്ടുന്നു, ഇവിടെ 2,000 കൂട്ടുന്നു. അപ്പോൾ 35,000, ഇവിടെ 10,000 ഇറക്കിയിടുന്നു, ഇവിടെ 7,000 ഇറക്കിയിടുന്നു. ഇനി അതേപോലെ ഇവിടെ ഡെപ്റ്റേഴ്സിൽ 2,000 എന്ത് ചെയ്തു, കുറഞ്ഞു. കിട്ടാനുള്ള 2,000 കിട്ടി. ഇപ്പോൾ 3,000 2,000 കുറക്കുന്നു, അപ്പോൾ 1,000 കിട്ടും. ഇനി ഇവിടെ 3,000 ഇറക്കിയിടുന്നു, ഇവിടെ 50,000. അപ്പോൾ രണ്ട് സൈഡും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 53,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ്, അസറ്റ് ലാബിലിറ്റീസ്, ഏതൊക്കെയാണ് അസറ്റ് ഏതൊക്കെയാണ് ലാബിലിറ്റീസ് എന്നറിയണം. എന്നിട്ട് അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.